ഇത്രയും നേരം തല്ലിട്ട് വാതറൊന്നും പറഞ്ഞില്ലല്ലോ. പണി ഏൽപ്പിച്ചവരോട് ഇവന് കൂറുണ്ട്. ഇവനൊക്കെ കൈ കിട്ടുമ്പോ തന്നെ കൊന്നുകളയണം ഗോപാലേട്ടാ. ഏയ് അത് വേണ്ട. ഇവനെ കൊണ്ടുപോയി മുമ്പിൽ നിർത്തുമ്പോ ആ സത്യവതി മൂർത്തിയും കാര്യം പറയും. എന്റെ കൃഷ്ണമോളെ അനീസാറിനെയാ ഇവൻ ചതിച്ചത്. അത് വെറുതെ വിടുന്ന പ്രശ്നമില്ല. എന്തായാലും ഇന്നത്തോടെ അവരുടെ കളി അവസാനിപ്പിക്കും. ഇവിടുന്ന് സ്ട്രൈറ്റ് പോട്ടെ. അവിടെ ചെന്നിട്ട് നിനക്ക് ശമ്പളം തന്നവരെ കണ്ടിട്ട് ഞങ്ങൾ തീരുമാനിക്കും നിന്നെ കൊല്ലണോ വേണ്ടയോന്ന്. കേട്ടോ? ഈ ബാഗിലാ ഞാൻ വെച്ചിരുന്നത്. നോക്കട്ടെ. കണ്ടോ? ഇവിടെയെങ്കിലും കാണുന്നില്ലല്ലോ അമ്മായി. അതാ ഞാൻ പറഞ്ഞത്, ഇതങ്ങനെ വിട്ടാ ശരിയാവൂല. കുത്തി കൊല്ലാൻ വേണ്ടി ആളുകൾ കയറുക, അത് കഴിഞ്ഞ് മോഷണം നടക്കുക. ഞാൻ ആ സിഐ ഒന്ന് വിളിക്കട്ടെ. ആ അത് തന്നെയാ നല്ലത്. അമ്മായി വിളിക്കേ. ഹലോ. ഹലോ സാറേ, ഞാൻ പുഴയോരം വീട്ടിലെ സത്യവതിയാ. എനിക്ക് മനസ്സിലായില്ല സാറേ, കഴിഞ്ഞ ദിവസം സാറ് അറസ്റ്റ് ചെയ്ത അനിയൻ കുഞ്ഞില്ലേ, അനിയൻ കുഞ്ഞിന്റെ ചേച്ചിയാ. ഇനി ആ കേസിൽ എന്തിനു സംസാരിക്കാനാണോ? അതല്ല സാറേ, വീട്ടിൽ നിന്ന് കുറച്ച് പണം കാണാനില്ല. എത്ര? 10 ലക്ഷം. 10 ലക്ഷം രൂപ നിങ്ങൾ എന്തിനാ വീട്ടിൽ സൂക്ഷിച്ചേ? ഇപ്പോഴത്തെ കാലത്ത് അതിന് അനുവാദമില്ലാന്നറിയില്ലേ? ഞാൻ ബാങ്കിൽ നിന്ന് പിൻവലിച്ചതാ സാറേ. കൃത്യമായ രേഖകളുണ്ട്. എപ്പോഴാ മോഷണം പോയത്? വൈകുന്നേരം 4 മണിക്കാ സാറേ ഞാൻ കൊണ്ടുവന്ന് വെച്ചത്. ഇപ്പൊ നോക്കിയിട്ട് കാണുന്നില്ല. വീട്ടിൽ ആരോ കടന്നിട്ടുണ്ട് സാറേ. ഓ, നിങ്ങളുടെ വീട്ടിൽ സ്ഥിരം ആള് കയറ്റമാണല്ലോ. ശരി, ഞാൻ ഉടനെ വരാം. എന്താ? ഈ പണം എങ്ങനെ വന്നെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയില്ല അല്ലേ? ഇതിനാണ് നിങ്ങൾ പോലീസിനെ ബുദ്ധിമുട്ടിച്ചത്. ഇത് നിങ്ങൾക്ക് തന്നെ കാര്യം ചെക്ക് ചെയ്യായിരുന്നില്ലേ? സർ, ഞാൻ ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല സർ.
എപ്പോഴാ പണം എടുത്ത് മാറ്റിയത്? എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഉദ്ദേശം? ഞാൻ എടുത്തിട്ടില്ല സർ. ഇത് എന്റെ ബാഗിൽ എങ്ങനെ വന്നു എനിക്കറിയില്ല. എന്റെ അമ്മ അങ്ങനൊന്നും ചെയ്യില്ല സർ. ഇത് അമ്മ ആരും ചതിച്ചതാ. ചതിച്ചു എന്ന് പറഞ്ഞ ഈ വീട്ടിലുള്ള ആരോ? ഒന്നെങ്കിൽ ഇവര് അല്ലെങ്കിൽ ഇയാള്. ആരോപണം എന്താണെന്ന് കേട്ടല്ലോ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? സർ, എന്റെ പണം അവളുടെ ബാഗിൽ കൊണ്ടുവയ്ക്കേണ്ട കാര്യം എനിക്കുണ്ടോ? ഇതെന്റെ അനിയൻകുട്ടനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നു വെച്ച പണം അത്. ഞാനായിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ സാർ? ഞാനിവിടെ ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞല്ലോ സാർ. കേട്ടല്ലോ, സത്യവതിയുടെ മൊഴിയിൽ നിന്ന് പണം കൈക്കലാക്കി ബോധപൂർവ്വം നിങ്ങൾ നിങ്ങളുടെ ബാഗിൽ വെച്ചതാണ്. അല്ല സാർ, ഞാൻ ഇന്ന് വരെ ഒരാളുടെ ഒരു പൈസ പോലും ആഗ്രഹിച്ചിട്ടില്ല സാർ. ഇതെങ്ങനെ എന്റെ ബാഗിൽ വന്നെന്ന് എനിക്ക് അറിയില്ല സാർ. ചതിച്ചതാണെന്ന വാദം ഞാൻ അംഗീകരിക്കാം. പക്ഷേ ചതിച്ചത് ആരാണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അങ്ങനെയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങളെ മാത്രം എനിക്ക് കൊണ്ടുപോകേണ്ടി വരും. അയ്യോ അരുത് സർ, അങ്ങനെ ചെയ്യരുത്. അമ്മായി അമ്മായി അമ്മ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല. അമ്മ കൊണ്ടുവരുതെന്നൊന്ന് പറ. കേസ് കൊടുത്തു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അവരല്ലേ. എനിക്കെന്ത് ചെയ്യാൻ പറ്റും? പണം നിങ്ങളെ അടുത്തെന്ന് സമ്മതിച്ച പിന്നെ തീരുമാനം അവരുടേതാ.